തോൽക്കാതിരിക്കാൻ 5 വഴികളെന്ന് പറഞ്ഞപ്പോ ഓടി വന്നില്ല എല്ലാവരും. ശരിക്കും തോൽവി നമ്മൾ എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് തന്നെ നമുക്ക് 5 കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തോൽക്കാതിരിക്കാനുള്ള 5 പീസ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ വരും. ശരിയാണോ, തെറ്റാണോ, എനിക്ക് കിട്ടുമോ? അതായത് എക്സാം എഴുതാൻ പോകുന്ന ഒരു ഫ്രഷർ ആയിക്കോട്ടെ, റിപ്പീറ്റർ ആയിക്കോട്ടെ, എപ്പോഴും മനസ്സിൽ വരുന്ന ഒറ്റ ചോദ്യം, എന്നെ കൊണ്ടത് പറ്റുമോ, എനിക്കിത് കിട്ടുമോ, എന്നെ കൊണ്ട് പറ്റും, എനിക്കിത് കിട്ടും എന്ന് തോന്നിയാലും എവിടെയെങ്കിലും ഈ സെൽഫ് ഡൗട്ടിന്റെ ഒരു അംശം കയറി വരും, ഇല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ പാലിക്കേണ്ടത് പോസിറ്റീവ് തോട്ട്, അതായത് ഒപ്റ്റിമിസം. ഒപ്റ്റിമിസം ഇസ് ദ ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു അച്ചീവ്മെന്റ്. പോസിറ്റിവിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തത് പേഷ്യൻസ്, സമാധാനം. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന വേഗതയിൽ ജീവിതം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സോ ചെയ്യുന്ന ജോലിയിൽ നല്ല പേഷ്യൻസോടെ ശ്രദ്ധയോടെ ഇരിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾക്ക് ടൈം കൊടുക്കുക, ഒറ്റയടിക്ക് എല്ലാം മഗ്ഗപ്പ് ചെയ്യാതെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോ നിങ്ങളുടെ സമയത്തിന് വാല്യൂ ഉണ്ടാവും, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികവുമായിരിക്കും. ടു ലൂസ് പേഷ്യൻസ് ഈസ് ടു ലൂസ് ദ ബാറ്റിൽ, ഗാന്ധിജി പറഞ്ഞതാ. സോ അടുത്ത പോയിന്റ് ഇതിലും സിമ്പിൾ ആണ്, പെർസീവറൻസ്. ഒരു കുഞ്ഞായിരിക്കുമ്പോ ഒരുപാട് തവണ വീഴും. വീഴുന്ന കുഞ്ഞിനെ ആരും ഓടിപ്പോയി എടുക്കില്ല, കാരണം വീണും എഴുന്നേറ്റുമാണ് നടക്കാൻ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ചെലന്തി വല കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ തോറ്റുപോകും, പക്ഷെ വീണ്ടും എഴുന്നേറ്റ് അത് വീണ്ടും കെട്ടും. സോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, ഒരുപാട് തോൽവികളും ഒരുപാട് വീഴ്ചകളും ഉണ്ടാവും. നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ പറഞ്ഞു വിഷമിപ്പിക്കാനും അല്ലെങ്കിൽ ഒരുപാട് ഉപദേശം തരാനും ആളുകൾ ഉണ്ടാവും. പക്ഷെ എത്ര വീണാലും എത്ര തോറ്റുപോയാലും വീണ്ടും എണീക്കാനുള്ള കെൽപ്പ് കാണിക്കുക. കാരണം ഓരോ തവണ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ ഓരോ പടി മുകളിലേക്ക് കയറാം. സോ ഉറപ്പായിട്ടും എഴുന്നേൽക്കുന്നവർക്ക് സക്സസിലേക്കുള്ള ദൂരം വളരെ കുറവായിരിക്കും. അതുപോലെ തോറ്റു ഇനി ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ സക്സസ് നമ്മുടെ തൊട്ടടുത്തായിരിക്കും. അതുകൊണ്ട് വീണതോർത്ത് വിഷമിക്കാതെ വീണ്ടും മുന്നോട്ട് വന്ന് വീണ്ടും പഠിച്ച് വീണ്ടും എഴുതുക. കാരണം ഇത്തവണ വിജയം സുനിശ്ചിതം. പെർസീവറൻസ്. It always seems impossible until it is done. അടുത്ത പോയിന്റ്, പാഷൻ. എന്ത് ചെയ്യുമ്പോഴും അതിനോടൊരു പ്രത്യേക സ്നേഹം വേണം. അതായത് ആരെങ്കിലും ഫോഴ്സ് ചെയ്തോ പുഷ് ചെയ്തോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ നമുക്ക് അതിൽ സക്സസ് ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഒരുപാടധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാനും ഒപ്പം സക്സസിലേക്ക് പെട്ടെന്ന് എത്താനും സാധിക്കും. പഠിക്കുന്ന കാര്യം തന്നെ ഇഷ്ടപ്പെട്ട് പഠിച്ചു നോക്കൂ, പെട്ടെന്ന് പരീക്ഷ പാസ്സാവും. സോ അവർ പാഷൻ ഈസ് അവർ സ്ട്രെങ്ത്. ലാസ്റ്റ് പോയിന്റിലെത്തി, പ്രോഗ്രസ്. എപ്പോഴും നമ്മൾ അളക്കേണ്ടത് നമ്മുടെ പ്രോഗ്രസ് ആണ്. ഒരു കാര്യം ചെയ്തുകൊണ്ടേയിരിക്കാൻ എല്ലാരെ കൊണ്ടും പറ്റും, പക്ഷെ ചെയ്തത് എന്തൊക്കെയെന്ന് ഒന്നുകൂടി വാല്യൂ ചെയ്ത് അത് കറക്റ്റ് വഴിയിലാണോ പോകുന്നത് നോക്കി അതൊന്നുകൂടി പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഒരു എക്സാം പോകുന്ന എല്ലാ കുട്ടികളോടും ടീച്ചേഴ്സ് പറയുന്ന സ്ഥിരം ഡയലോഗാണ്, മോക്ക് ടെസ്റ്റ് എടുക്കുക, പ്രീവിയസ് പേപ്പർ നോക്കുക. എന്തുകൊണ്ട്? നിങ്ങൾ ഏതൊരു ഉയരത്തിലേക്ക് പോയാലും നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല എന്ന് പറയില്ലേ? പഠിച്ചതെല്ലാം ഒന്നുകൂടെ ഓർത്തെടുക്കുകയും അത് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും പ്രോഗ്രസ് ഉണ്ടാവും. തോൽവിയിൽ നിന്ന് വിജയത്തിലേക്കുള്ള ആ 5 പീസ് നിങ്ങൾ മറക്കണ്ട. പോസിറ്റിവിറ്റി, പേഷ്യൻസ്, പാഷൻ, പെർസീവറൻസ് ആൻഡ് പ്രോഗ്രസ്.